എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കിച്ചടി. നമുക്ക് ഇന്നത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ആ ബീറ്റ്റൂട്ട് നല്ല കളറുള്ളതും വാടാത്തതുമായ ബീറ്റ്റൂട്ട് വേണം എടുക്കാൻ. അത് ഞാൻ ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുറി തേങ്ങ, ഒരു സ്പൂൺ ജീരകം, കുറച്ച് ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇത്രയും നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കണം. ഇതിൻ്റെ പ്രധാന ഒരു ചേരുവയാണ് കടുക്. അത് നമ്മൾ ചതച്ചാണ് ചേർക്കുന്നത്. ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങൾ കുക്കറിലിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. കുക്കർ തുറന്നു. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കട്ട തൈര് നല്ലതുപോലെ ഉടച്ച് എടുത്തു വെക്കണം. തൈരുടച്ച് മാറ്റി വെക്കുന്നു. എന്നിട്ട് ബീറ്റ്റൂട്ടിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ അതിലോട്ട് ഇടുന്നു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുന്നു. ഇനി പ്രത്യേകിച്ച് അത് വേവിക്കണ്ട, നമ്മളത് നേരത്തെ വെന്ത് എടുത്തതായതുകൊണ്ട് വേവിക്കണ്ട. എന്നിട്ട് അതിനകത്തോട്ട് 1 സ്പൂണ് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. തേങ്ങയും ഉപ്പും എല്ലാം കൂടെ പിടിക്കാൻ നല്ലതുപോലെ ഇളക്കി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച തൈര് അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. തൈരും തേങ്ങയും എല്ലാം നല്ലതുപോലെ ബീറ്റ്റൂട്ടിൽ പിടിക്കത്തക്കതുപോലെ നമ്മൾ നല്ലതുപോലെ ഇളക്കി ചേർക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കണം. ഇതാണ് ഈ കറിയുടെ പ്രധാന ചേരുവയും ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് നമ്മൾ കടുകും മുളകും കരിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് താളിച്ച് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കിച്ചടിക്ക് നമ്മൾ മധുരമുള്ള കഷ്ണങ്ങൾ ചേർക്കാറില്ല. പച്ചടിക്കാണെങ്കിൽ മധുരമുള്ള കഷ്ണങ്ങൾ ചേർത്ത് വെക്കാം. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.